PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇന്ന് 10th പ്രിലിംസിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. അപ്പോൾ എന്തൊക്കെ എവിടുന്ന് ഏതൊക്കെ പഠിക്കണം എന്നുള്ള നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമുക്ക് ഒന്നും വാരി വലിച്ച് പഠിക്കാനായിട്ടൊന്നും സമയമില്ല. അപ്പോൾ നമുക്ക് എത്രയൊക്കെ മാർക്കിന് ഏതൊക്കെ വരുമെന്ന് നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഒന്ന് ഏതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്, നമ്മൾ ഏതൊക്കെ കൂടുതൽ പഠിക്കണം എന്നുള്ളതും ഒന്ന് ജസ്റ്റ് നമുക്കൊരു നമ്മുടെ ലാസ്റ്റ് സമയത്ത് നമ്മൾ പഠിച്ചതെല്ലാം കൂടെ ഒന്ന് നോക്കി വെക്കേണ്ട. നമ്മളിപ്പോൾ ഇതനുസരിച്ചിട്ട് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം, നമ്മുടെ GKയും കറണ്ട് അഫയേഴ്സും അതെല്ലാം കൂടി എത്ര മാർക്കിനാണ് വരുന്നത്? 60 മാർക്കിനാണ് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ശാസ്ത്ര സാങ്കേതിക മേഖല, സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല. അതിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഈ ചന്ദ്രയാൻ, PSLV, SSLV, DRDO അങ്ങനെയുള്ള കാര്യങ്ങളും ഇന്ത്യയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ, COVID-19 പുതിയ എന്തെങ്കിലും ഗവേഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ പുതിയ ഷിഗല്ല ആ രോഗങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ നിപ്പ, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. പിന്നെ ന്യൂ സ്പീഷീസ്, അതായത് പുതിയ ഏതെങ്കിലും ജീവവർഗത്തിനെ കണ്ടെത്തിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ കറണ്ട് അഫയേഴ്സിൽ അതൊക്കെ വരും. അപ്പോൾ മനസ്സിലായല്ലോ, ചന്ദ്രയാൻ, COVID-19, അതുപോലെ തന്നെ ഗഗൻയാൻ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പിന്നെ നമ്മുടെ ദൗത്യങ്ങൾ, ചാന്ദ്ര ദൗത്യങ്ങളും അതേപോലെ തന്നെ ന്യൂ സ്പീഷീസും അതൊക്കെ നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കലാ സാംസ്കാരികം സാഹിത്യം, അതിൽ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? ഈ ഭാരതരത്ന, ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, ചലച്ചിത്ര പുരസ്കാരങ്ങൾ, പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽ, കാൻ ഫെസ്റ്റിവൽ ഒക്കെ ഇല്ലേ, അതുപോലുള്ള ഫെസ്റ്റിവൽസ്, എഴുത്തച്ഛൻ പുരസ്കാരം, പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ട്രോഫികൾ, അങ്ങനെ പിന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷം, ഇപ്പോൾ 26-ലെ റിപ്പബ്ലിക് ദിനാഘോഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കലാ സാംസ്കാരികം പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചോളണം. കലാ സാംസ്കാരിക സാഹിത്യത്തിൽ പുതിയ പുതിയ പുരസ്കാരങ്ങൾ, ഭാരതരത്ന, ജ്ഞാനപീഠം, അങ്ങനെയൊക്കെ ഉള്ള പുരസ്കാരങ്ങളില്ലേ, അതൊക്കെ നമ്മളൊന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് എന്താണ്? രാഷ്ട്രീയ മേഖലയിൽ നമുക്ക് കേന്ദ്ര മന്ത്രിസഭ, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭ പുതിയ എല്ലാവരും മാറി പുതിയ ആൾക്കാരല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കി അവരുടെ ഹെഡ് ഓഫ് ഓഫീസസ്, അവരുടെ ഓഫീസിന്റെ ഹെഡ് എവിടെയാണ്, പിന്നെ ചീഫ് മിനിസ്റ്റേഴ്സ്, കൂടാതെ ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹെഡ്സ്, ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. സാമ്പത്തിക മേഖലയിൽ നമ്മുടെ ബജറ്റിനെ കുറിച്ച് പഠിക്കണം. പിന്നെ ബാങ്കിൽ എന്തെങ്കിലും ബാങ്കൊക്കെ ലയനം ഉണ്ടോ, പിന്നെ മറ്റു വസ്തുതകൾ, അതൊക്കെയുള്ളൂ സാമ്പത്തിക മേഖലയിൽ. ഇത് കറണ്ട് അഫയേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. കായിക മേഖലയിൽ സ്പോർട്സ് അവാർഡുകൾ, ദ്രോണാചാര്യ, ധ്യാൻചന്ദ്, അർജുന അവാർഡുകൾ, പിന്നെ ഒളിമ്പിക്സ്, പിന്നെ പിന്നെ ലോകകപ്പ്, ക്രിക്കറ്റ്, ഹോക്കി, അങ്ങനെയുള്ള ഫിഫ, ഫുട്ബോൾ, അതൊക്കെയുള്ള ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചെസ്സും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത്രയൊക്കെ അതിൽ വരത്തുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സമകാലീന സംഭവങ്ങളാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇപ്പം മനസ്സിലായല്ലോ, അവാർഡ്സ് മനസ്സിലായി, രാഷ്ട്രീയ മേഖല, സാമ്പത്തിക മേഖല നമുക്ക് മനസ്സിലായി, കായിക മേഖല, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവാർഡ്സുകളുണ്ടോ, പിന്നെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലോട്ടാണ് കിടക്കുന്നത്. അത് 10 മാർക്കിൻ്റെയാണ്. അത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. അതായത് ഭൂപ്രകൃതി, ചുരങ്ങൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ, നദികൾ, ഈ നദികളുടെ പിന്നെ എത്ര നീളമുണ്ട്, ഈ നദികളുടെ ഉത്ഭവസ്ഥാനം, പതനസ്ഥാനം, ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും നമുക്കറിയാം. പിന്നെ നദികൾക്ക് അപരനാമങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്കറിയാം. പിന്നെ വെള്ളച്ചാട്ടം, തടാകങ്ങൾ, കാലാവസ്ഥ, അതെല്ലാം എന്ത് വരുന്നുണ്ട്? ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ അതിർത്തികൾ നമുക്കറിയാലോ, ഇന്ത്യയുടെ അതിർത്തികൾ ഏതാന്ന്, അതിൻ്റെ അതിരുകൾ അറിയാലോ, അതിർത്തി രേഖകൾ, ഇതെല്ലാം നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഊർജ്ജ മേഖലയിലെ പുരോഗതി, അതിലെന്ത് വരുന്നുണ്ട്? ജലവൈദ്യുത പദ്ധതി, താപവൈദ്യുത പദ്ധതി, ആണവോർജം, അതൊക്കെ അറിയാലോ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, നമുക്ക് 2 തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകളുണ്ട്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ
എന്താണ് നമുക്ക് എപ്പോഴും എന്താണ് തീർന്നു പോകത്തില്ല. പക്ഷെ പാരമ്പര്യേതരമാണെങ്കിൽ എന്താണ് അത് എപ്പോഴും തീർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് സൗരോർജ്ജം. സൗരോർജ്ജം അങ്ങനെ പിന്നെ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ എന്തെങ്കിലും സ്ഥലങ്ങൾ ആ സൗരോർജ്ജം ഇപ്പം നമ്മുടെ പുതിയതായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഓഫീസസ് ഉണ്ടോ അതൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കണം. പിന്നെ ഗതാഗത മേഖല അതറിയാലോ, റോഡ് ഗതാഗതം, ഇന്ത്യൻ റെയിൽവേ, വ്യോമ ഗതാഗതം, ജലഗതാഗതം. ആ ഗതാഗത മേഖലകളിലുള്ള എന്താണ് നമ്മുടെ നാഷണൽ വാട്ടർ അതൊക്കെ നമ്മൾ ചോദിക്കും. പിന്നെ NW3 അതൊക്കെ നമുക്ക് അറിയാലോ, എവിടം തൊട്ട് എവിടം വരെയാണ് ബന്ധിപ്പിക്കുന്നതെന്നും നാഷണൽ വാട്ടർ വേ. പിന്നെ കൊല്ലം മുതൽ ഇപ്പോൾ കോട്ടപ്പുറം എന്നുള്ളത് കോഴിക്കോടാക്കി, അതൊക്കെ നമുക്കറിയാം. അത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അലഹബാദ്, ഹൽദിയ അതൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി. അതെന്ത് വരും? തപാൽ, ടെലഗ്രാഫ്, ടെലിഫോൺ, ടെലിവിഷൻ, റേഡിയോ, പത്രങ്ങൾ, അതൊക്കെ എന്ത് വരും? അതൊക്കെ നമുക്ക് വാർത്താവിനിമയ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ അതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ടെലിഫോൺ, ടെലഗ്രാഫ്, തപാൽ, അതിൻ്റെ ലോഗോസ്, അതിന് ഇപ്പോൾ അതിൻ്റെ സോൺസ് ഒന്നും ഇപ്പം അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഇന്ത്യൻ വ്യവസായങ്ങളാണ്. നമുക്ക് എന്തൊക്കെ വ്യവസായങ്ങളുണ്ടെന്ന് അറിയാലോ. പഞ്ചസാര വ്യവസായം, പേപ്പർ വ്യവസായം, ഇരുമ്പുരുക്ക്. പിന്നെ എവിടെയാണ് ഈ വ്യവസായശാലകൾ? നമുക്കറിയാം, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ റഷ്യയുടെ സഹായത്തോടെ അങ്ങനെ നിർമ്മിച്ച റൂർക്കേല, ഒഡീഷ, ജർമ്മനി, അതെല്ലാം നമുക്കറിയാമല്ലോ. ആ ഒരു ചാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് നോക്കി വെക്കുക. പിന്നെ സിമന്റ് വ്യവസായം, പിന്നെ നവരത്ന, മിനിരത്ന പദവികൾ ഇപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും വ്യവസായശാലകൾക്ക് ആ പദവികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. മഹാരത്ന, നവരത്ന, മിനിരത്ന, അതറിയാലോ, 100 കോടിയിലധികം ഉള്ളത് മിനിരത്ന, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇനി ഇന്ത്യൻ ചരിത്രമാണ് നെക്സ്റ്റ്. അതിൽ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നറിയാമല്ലോ. പിന്നെ നമ്മുടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അത് പഴയ ഇത് തന്നെ നമുക്ക് നോക്കിയാലും മതി. പിന്നെ നമ്മുടെ പഴയ ചരിത്രം തന്നെ നോക്കിയാലും മതി. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല പഠിക്കാനായിട്ട്. വൈസ്രോയിമാർ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, പിന്നെ ബംഗാൾ വിഭജനം, ഇത് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. ഗദ്ദാർ പാർട്ടി, ചമ്പാരൻ സത്യാഗ്രഹം എന്നും ചോദിക്കുന്നതാണ്. അഹമ്മദാബാദ് മിൽ സമരം, ജാലിയൻ വാലാബാഗ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ. സ്വരാജ് പാർട്ടി, ചിറ്റോങ് ആയുധപുരക്കൊള്ള, വട്ടമേശ സമ്മേളനങ്ങൾ 30, 31, 32, കമ്മ്യൂണൽ അവാർഡ്, റാംസെ മക്ഡൊണാൾഡ്, അഗസ്റ്റ് ഓഫർ, ലിൻലിത്കോ, ക്രിപ്സ് മിഷൻ, സ്റ്റഫോർഡ് ക്രിപ്സ്, ക്വിറ്റ് ഇന്ത്യ സമരം, നാവിക കലാപം മുംബൈയിലാണ് നടന്നത്. അതൊക്കെ നമ്മളൊന്ന് നോക്കി വയ്ക്കുക. മഹാത്മാഗാന്ധിനെ കുറിച്ചും മറ്റ് നേതാക്കളെ കുറിച്ചും അതൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കുക. പിന്നെ സാമൂഹിക മുന്നേറ്റങ്ങളിൽ എന്ത് വരുമെന്നറിയാവോ? ഗോത്ര കലാപങ്ങളൊക്കെ വരും, സന്താൽ കലാപമൊക്കെ ഇല്ലേ. പിന്നെ സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ ആ പ്രസിദ്ധീകരണങ്ങൾ നേതൃത്വം നൽകിയവരും, ഓരോ പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പത്രമാസികകളുണ്ട്, അതിന് നേതൃത്വം നൽകിയവരും ഉണ്ട്. പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഇതേപോലെ INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്, പിന്നെ INCക്ക് ആ പേര് നൽകിയത് ആരാണ്? INC അതൊക്കെ ഉണ്ടല്ലോ. INCക്ക് ആ പേര് നൽകിയത്, പിന്നെ അതിൻ്റെ സൃഷ്ടാവ് ആരാണ്? പിന്നെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആദ്യ പ്രസിഡന്റ് ആരാണ്? നമുക്കറിയാം, സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യ വനിത. പിന്നെന്താണ്, എത്ര വനിതകൾ ഇപ്പോൾ വരെ INCയിൽ ലാസ്റ്റ് എത്ര വനിതകൾ നേതൃത്വം നൽകിയിട്ടുണ്ട് നമുക്കറിയാം. സോണിയാഗാന്ധി വരെയാണ്. അതൊക്കെ എത്ര വനിതകൾ ആകപ്പാടെ INCയിൽ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്? ആദ്യം ആനി ബസന്റാണ്. പിന്നെ നമുക്ക് സരോജിനി നായിഡു, നമ്മുടെ ഇന്ത്യൻ വനിത എന്ന് പറയുമ്പോൾ സരോജിനി നായിഡു. പിന്നെ സൂററ്റ് സ്പ്ലിറ്റ്, ബ്രഹ്മസമാജം, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? എന്താണ് വെല്ലുവിളികൾ? വിഭജനം, അത് തന്നെ നമുക്കറിയാം. ഇന്ത്യ വിഭജനത്തിന് പിന്നെ നമ്മുടെ ഉർവശി ഭൂട്ടാലിയയുടെ ആ ഒരു പിന്നെ കൃതിയൊക്കെ ഇല്ലേ. പിന്നെ മേഘധാക്കതാര, അതൊക്കെ നമുക്കറിയാമല്ലോ. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതൊക്കെ ആ ഒരു കുറച്ച് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസത്തെ എടുത്ത ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വിഭജനം പ്രമേയമാക്കി രചിച്ച സിനിമകൾ. പിന്നെ നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി, അതൊക്കെ നോവലുകളാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതെല്ലാം. പിന്നെ നമ്മുടെ ഫസൽ അലി കമ്മീഷൻ, അംഗങ്ങൾ, സ്വതന്ത്ര ഇന്ത്യയിലെ നീക്കങ്ങൾ, സർജിക്കൽ സ്ട്രൈക്ക്, നീതി ആയോഗ് എന്നാണ് വന്നത്, ആസൂത്രണ കമ്മീഷൻ എന്നാണ് വന്നത്, പഞ്ചവത്സര പദ്ധതികൾ എന്തായാലും പഠിച്ചിരിക്കണം. പഞ്ചവത്സര പദ്ധതികൾ, എത്രാം പഞ്ചവത്സര പദ്ധതി, ഏത് മോഡലാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ പുത്തൻ സാമ്പത്തിക നയം, ISROയുടെ നേട്ടങ്ങൾ, ISROയുടെ ആദ്യത്തെ, അതൊക്കെ നമുക്കറിയാം. പിന്നെ കറൻസികൾ, പിന്നെ ഇന്ത്യയിലെ പുതിയ ബഹിരാകാശ പദ്ധതികൾ, അതിനെയൊക്കെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പിന്നെ നെക്സ്റ്റ് അത് കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്.
പിന്നെ ചേരിചേരാ പ്രസ്ഥാനമൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയാണ്. അത് മൗലിക അവകാശങ്ങൾ, സമത്വത്തിനുള്ള അവകാശം, നിയമവാഴ്ച, ആർട്ടിക്കിൾ 21A അതൊക്കെ നമുക്ക് എടുത്ത് പഠിക്കണം. പിന്നെ വോട്ടവകാശം, കുട്ടികളുടെ അവകാശങ്ങൾ, പോക്സോ ഭേദഗതി നിയമം 2019, മൗലിക കടമകൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ജനസംഖ്യയെ കുറിച്ച്, ജനസാന്ദ്രതയെ കുറിച്ച്, ദേശീയ പതാക നിലവിൽ അംഗീകരിച്ചത്, ദേശീയ ചിഹ്നം അംഗീകരിച്ചത്, ദേശീയ ഗാനം, ഗീതം, കലണ്ടർ, പക്ഷി, മൃഗം, ജലജീവി, ഫലം, പുഷ്പം, വൃക്ഷം, നദി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചത്. പിന്നെ ഇന്ത്യയിലെ പിതാക്കന്മാർ, ഓരോ ഇതിന്റെ പിതാക്കന്മാരുണ്ട്. ആദ്യ ഇന്ത്യൻ വനിതകളുണ്ട്. നമുക്കറിയാലോ ആദ്യ ഇന്ത്യൻ വനിതകൾ ഏതൊക്കെയാണ്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ത്യയിലെ പിതാക്കന്മാർ എന്ന് വെച്ചാൽ പിന്നെ എന്താ വന്ധ്യവയോധികൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയൊക്കെ പിതാക്കന്മാരിൽ അതിൽ വരാം. നെക്സ്റ്റ് മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അത് നമുക്കറിയാലോ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഇരിക്കുക, വിവരാവകാശ കമ്മീഷനെ കുറിച്ച് ഇരിക്കുക, വിവരാവകാശ ഭേദഗതി നിയമം. കേരള ഭൂമിശാസ്ത്രത്തിൽ വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ജനസംഖ്യ, വസ്തുതകൾ, സാക്ഷര കേരളം, കേരളത്തിലെ സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റീസ്, കേരളത്തിലെ പിതാക്കന്മാർ അറിയാം. അതിലൊക്കെ നവോത്ഥാനമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ചോദിക്കും. പിന്നെ എത്ര മലനാട്, ഇടനാട്, തീരപ്രദേശം 48, 42, 10. പിന്നെ ചുരങ്ങൾ എത്രയുണ്ട്, ഏത് ഇതിൽ കൂടെ പോകുന്ന ചുരങ്ങൾ, ഇപ്പൊ പിന്നെ പാലക്കാട് ചുരം എവിടെ, അങ്ങനെ അതൊക്കെ ചോദിക്കും. അതിന്റെ നീളം ചോദിക്കും. പിന്നെ ദ്വീപുകൾ ചോദിക്കും. പിന്നെ കാലാവസ്ഥ ചോദിക്കും. അറിയാമല്ലോ ഏതാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പിന്നെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഏത് മണ്ണാണ് ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത്, ലാറ്ററൈറ്റ് മണ്ണ്, അതൊക്കെ ചോദിക്കും. പിന്നെ നദികളും കായലുകളും, കിഴക്കോട്ടൊഴുകുന്ന നദികൾ അറിയാം, കബനി, ഭവാനി, പാമ്പാറ്. പിന്നെ നദീതീര പട്ടണങ്ങൾ കേരളത്തിൻ്റെയാണ്. പിന്നെ പിന്നെന്താണ്, നദികളും അപരനാമങ്ങളും ചോദിക്കും. നമുക്കറിയാം നദികളും അപരനാമങ്ങളും അറിയാം. കായലുകൾ, ശുദ്ധജല തടാകങ്ങൾ ചോദിക്കും. പാരമ്പര്യ ഉദ്യോഗങ്ങൾ, പാരമ്പര്യ ഉദ്യോഗങ്ങൾ, താപവൈദ്യുത പദ്ധതി, കായംകുളം ഏതാണ്, അത് നാഫ്ത, അതൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചോദിക്കും. വന്യജീവി സങ്കേതങ്ങൾ ചോദിക്കും. ഏതൊക്കെയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് നമുക്കറിയാം. ആന സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്, പിന്നെ പക്ഷി സങ്കേതങ്ങൾ, പിന്നെ ആന സംരക്ഷണം തേക്കടി, പിന്നെ തട്ടേക്കാട്. ദേശീയോദ്യാനങ്ങൾ, ആ ദേശീയോദ്യാനങ്ങൾ അറിയാമല്ലോ. പിന്നെ എക്സിറ്റീവ് കൺസർവേഷൻ, പിന്നെ അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ എന്താ ഇൻസിറ്റീവ് എക്സിറ്റീവ് ഒക്കെ അതിൽ വരുന്നതാണ്. ഇൻസിറ്റീവ് കൺസർവേഷനും എക്സിറ്റീവ് കൺസർവേഷനും ഒക്കെ അപ്പോൾ അതിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് മത്സ്യബന്ധനം. മത്സ്യബന്ധനത്തിൽ ഏതൊക്കെ വരും, പിന്നെ കയർ വ്യവസായം, മത്സ്യമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അളവ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന അതങ്ങനെയൊക്കെ ചോദിക്കും. മുള വ്യവസായം, റബ്ബർ, IT, സ്റ്റാർട്ടപ്പ് മിഷൻ, ടൂറിസം, കിൻഫ്ര, അതൊക്കെ അതിൽ വരും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആകും, അതുകൊണ്ടാണ്. റെയിൽ ഗതാഗതം, വ്യോമഗതാഗതം. പിന്നെ കായിക രംഗം അറിയാലോ, കേരളത്തിലെ പ്രധാന കായിക താരങ്ങൾ. പിന്നെ ഏതെങ്കിലും സ്പോർട്സ് പുരസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അത്, കേരളത്തിൽ കായിക പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. പിന്നെ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി വിപ്ലവം, കുറിച്യ കലാപം, ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അന്ന് വേണ്ട സകല കാര്യങ്ങൾ, ക്ഷേത്രപ്രവേശന വിളംബരം, ലാസ്റ്റ് പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ അതിലും കൂടെ വരുന്നുണ്ട്. കാര്യം ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് നമ്മുടെ കേരളത്തിലും അതിന്റെ എഫക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പഠിക്കുക. പുന്നപ്രവയലാർ, കൂത്താളി, ഒരണ സമരം, വിമോചന സമരം, അമരാവതി, ചാലിയാർ പ്രക്ഷോഭം, പ്ലാച്ചിമട, മുത്തങ്ങ, അതൊക്കെ ജസ്റ്റ് ഈ കരിവെള്ളൂർ സമരം, തോൽവിറക സമരം, കൂട്ടക്കുള എവിടെ നടന്നു, പാലയം സത്യാഗ്രഹം, മാഹി വിമോചന സമരം, ഐക്യകേരള പ്രസ്ഥാനം. പിന്നെ ഐക്യകേരള പ്രസ്ഥാനത്തിന്റെ പിതാവ് ആദ്യത്തെ നമുക്കറിയാം മറ്റേ കൂട്ടിച്ചേർത്ത തൊവള അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് തുടങ്ങിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത്, ബാക്കിയും മദ്രാസി സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്ത് അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് എല്ലാം നമുക്കറിയാം. നമ്മുടെ കൊടുത്തതും നമുക്ക് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതൊക്കെ CRT-യിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണെന്നാണ് അറിയാലോ. KK കേളപ്പൻ, AKGP കൃഷ്ണപിള്ള, ബാരിസ്റ്റർ GP പിള്ള, KP കേശവമേനോൻ, TR കൃഷ്ണ. അതൊരിക്കലും തീരത്തില്ല. അത് പിന്നെ വനിതകളെ കൂടെ ഒന്ന് നോക്കിയേക്കണേ. പിന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയാണ്, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, പൊയ്കൈ ലോഹനൻ, അങ്ങനെ ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഡോക്ടർ പൽപ്പു, ആഗമാനന്ദ സ്വാമി, ആനന്ദ തീർത്ഥൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, EV രാമസ്വാമി നായ്ക്കർ. കേരള നവോത്ഥാന അപൂർവമായിട്ടുള്ള വസ്തുതകൾ ഒന്ന് ശ്രദ്ധിച്ചു, എവിടെയെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ അതും കൂടെ ഒന്ന് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ വരുമ്പോൾ ജനറൽ, അത് കഴിഞ്ഞു. 60 മാർക്കിന് നമുക്ക് GKയും കറണ്ട് അഫയേഴ്സും കൂടെ 60 മാർക്കാണ്. പിന്നെ നാച്ചുറൽ സയൻസിൽ എന്താണ്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, കോശം, കലകൾ, അവയവ വ്യവസ്ഥ, ജ്ഞാനേന്ദ്രിയങ്ങൾ,
ഇതിൽ ബയോളജി മാത്രം 10 മാർക്കിനാണ്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പിന്നെ എന്താണ് കേരളത്തിലെ പ്രധാന കാർഷിക വിളകൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ രക്തം, രക്തക്കുഴൽ, ലിംഫ്, ഹൃദയം, ഇരട്ട രക്തപര്യനം, കരൾ, പിന്നെ വൃക്കകൾ, അതിനെക്കുറിച്ച് അസ്ഥികൾ എത്ര എണ്ണം ഉണ്ട്, പിന്നെ അക്ഷാസ്ഥിയുടെ അനുബന്ധ അസ്ഥിയുടെ എത്ര എണ്ണം ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ, അതിന് പീനിയൽ ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി അറിയാമല്ലോ, പിന്നെ യുവത്വ ഹോർമോൺ, അഡ്രിനാൽ, പിന്നെ നോറഡ്രിനാലിൻ, അതൊക്കെ നമുക്കൊന്ന് പറയാം. അടിയന്തര ഹോർമോണും സർജിക്കൽ ഹോർമോൺസും ഉണ്ടല്ലോ. പിന്നെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അറിയാം. ജീവകങ്ങൾ ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ രാസനാമങ്ങൾ അറിയാലോ, ജീവക എ ബി, അങ്ങനെ നമുക്കുള്ള അതിൻ്റെ രാസനാമങ്ങളും അത് ഉണ്ട്. അപര്യാപ്തത രോഗങ്ങൾ ഞാൻ വേഗം പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് സ്പീഡാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് കാണുക കേട്ടോ. അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്, രോഗങ്ങളും രോഗകാരികളും, അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട രോഗങ്ങൾ അതിൻ്റെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇപ്പം നമുക്ക് പുതിയതായിട്ട് കണ്ടുപിടിച്ച പല രോഗങ്ങളും ഉണ്ടെങ്കിൽ എന്താ ഷിഗല്ല, നിപ്പ, അതൊക്കെ നിപ്പയൊക്കെ പണ്ടത്തെ ഉള്ളതാണ്. അപ്പോൾ ആ രോഗങ്ങൾ തൊഴിൽജന്യ രോഗങ്ങൾ. പിന്നെ രോഗങ്ങൾ എന്തൊക്കെ വിശേഷിപ്പിക്കാം നമുക്കറിയാമല്ലേ, പിന്നെ വിശേഷണങ്ങൾ എന്തൊക്കെ അറിയാം, ഓരോ രോഗങ്ങളുണ്ടല്ലോ. ഹിമോഫീലിയനൊക്കെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു, അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ മൈൻഡിൽ വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിപ്പോവുക, രോഗവിശേഷണങ്ങൾ. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതെന്താണ്, ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ടുള്ള ചിലപ്പോൾ ആരോഗ്യമന്ത്രി ആരാന്ന് ചോദിക്കും. പിന്നെ നമ്മുടെ പുതിയ ഓരോ പദ്ധതികളുണ്ടല്ലോ, ആരോഗ്യക്ഷേമ താലോല, അങ്ങനെയുള്ള ഹൃദയ സംബന്ധമായ മാരക രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ പ്രധാന കാർഷിക വിളകൾ നോക്കണം. കാർഷിക വിളകൾ എന്താണ്, ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകൾ, മണ്ണിനങ്ങൾ ഏതൊക്കെ, എത്ര മണ്ണിനുണ്ട്, എന്തിനൊക്കെയാണ് പ്രയോഗിക്കുന്നത് നമുക്കറിയാം. പിന്നെ പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്, അതൊക്കെ നമുക്കറിയാം. പിന്നെ വിത്തിനങ്ങൾ, പുതിയതായിട്ട് എന്തെങ്കിലും വിത്തിനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ കേരളത്തിലെ കാർഷിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ആസ്ഥാനങ്ങൾ പഠിക്കുക. വനങ്ങളും വനവിഭവങ്ങളും നോക്കുക. അറിയാമല്ലോ, ദേശീയോദ്യാനങ്ങൾ, ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, പ്രൊജക്ട് ടൈഗർ റിസർവ്, പ്രൊജക്ട് എലിഫന്റ്, വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ വനങ്ങൾ, റിസർവ് വനം, ഏറ്റവും ആദ്യത്തേതാണ്, അവസാനത്തേതാണ്, പിന്നെ വന ഡിവിഷൻ, അതൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ സയൻസിലോട്ട് നമ്മൾ വരും. അത് 10 മാർക്കിൻ്റെതാണ്. അത് നോക്കുക. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അതിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അതിൻ്റെ കൂടെ തന്നെയാണ്, ഫിസിക്സ് അല്ല കേട്ടോ. ജൈവമണ്ഡലം, പരിസ്ഥിതി എന്ന് വെച്ചാൽ ജൈവമണ്ഡലം, ഭക്ഷ്യശൃംഖല, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് നിൽക്കുന്നത് ഓരോ ജീവിക്കും ഒരു മത്സരം എന്ന് പറയുന്നുണ്ടല്ലോ, തുടക്കത്തിൽ രണ്ടുപേർക്കും ദോഷം, പിന്നെ എന്താണ് വിജയിക്കുന്നവന് ജയം, അങ്ങനെ നമ്മൾ മത്സരം, കമൻസലിസം, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ വരും കേട്ടോ. അതൊക്കെ പിന്നെ ഓസോൺ ശോഷണം, പ്രോട്ടോകോൾ ഇല്ലേ, മോൺട്രിയൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ, ചാലിയാർ ലഹള, അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഫിസിക്കൽ സയൻസ്, അത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്നതാണ്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം, ഐസോട്ടോപ്പ്, അയിരുകളിലും ധാതുക്കളിലും ധാതുക്കൾ അയിരുകൾ, അലുമിനിയത്തിന്റെ അയിര്, ബോക്സൈറ്റ്, അങ്ങനെ ഏതൊക്കെ ധാതുക്കളും അയിരുകളും തമ്മിലുള്ള ഒരു ഇത് പഠിക്കുക. മൂലകങ്ങളും അവയുടെ വർഗീകരണവും നമുക്കറിയാം. ആവർത്തന പട്ടികയുടെ പിതാവ്, ആധുനിക ആവർത്തന പട്ടിക, പിന്നെ പുരാതന ആവർത്തന പട്ടിക, അതിന്റെ പിതാവ് ഏതടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിരിക്കുന്ന ലോഹസങ്കരങ്ങൾ, സ്റ്റീല്, ഓക്സീകരണം, നിരോക്സീകരണം. ഹൈഡ്രജനും ഓക്സിജനും എന്താണ്, ഹൈഡ്രജൻ ഘനജലം, ഓക്സിജൻ അത് ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ പഠിക്കുക. പിന്നെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ അതിൽ വരുന്നത് പെട്രോളിയം, കൽക്കരി, അതൊക്കെ നമുക്കതിൽ വരും. പിന്നെ pH മൂല്യം പഠിക്കുക. ഞങ്ങളുടെ LPയുടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മഴവെള്ളത്തിന്റെ pH മൂല്യം. മഴവെള്ളത്തിന്റെ എന്ന് വെച്ചാൽ മഴവെള്ളം ശുദ്ധജലമാണെന്ന് ഓർത്ത് ഞാൻ 7 എഴുതിയത്, പക്ഷെ 7 തെറ്റായിരുന്നു. 7.4 അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ ആൻസർ. അപ്പോൾ അതൊന്നും അങ്ങനെയൊക്കെ വരും. ഒരു ഇതിലും ഞാനത് കണ്ടിട്ടില്ല. അപ്പം മഴവെള്ളം ശുദ്ധജലമാണെന്ന് വിചാരിച്ച് 7 എഴുതി, പക്ഷെ അത് 7 തെറ്റായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പിന്നെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച്, പിന്നെ ജലം, ഗ്ലാസ്, വിവിധതരം ഗ്ലാസ്സുകൾ നമുക്കറിയാം. ലിക്വിഡ്, പിന്നെ ഗ്ലാസ്സിനൊക്കെ അറിയാം, ക്രൂക്സ് ഗ്ലാസ് ഒക്കെ മറ്റേ ലബോറട്ടറിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഗ്ലാസ് ഇല്ലേ. പിന്നെ ലാബ് ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, അതൊക്കെ നമുക്ക് പറയാം. രാസനാമങ്ങൾ, രാസസൂത്രങ്ങൾ. ദ്രവ്യവും പിണ്ഡവും, അളവുകൾ, യൂണിറ്റ്, അതിൻ്റെ എന്തിൻ്റെ അളവാണ്, എന്തിൻ്റെ യൂണിറ്റാണ്, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, അതൊക്കെ അറിയാം. പ്രവൃത്തിയും ഊർജ്ജവും, അതിൻ്റെ ഇതാണ് ഊർജ്ജം. പിന്നെ ഊർജ്ജ പരിവർത്തനം, ഊർജ്ജ സംരക്ഷണ നിയമം കൊണ്ടുവന്നവരാണ്. താപവും ഊഷ്മാവും, അതിലെന്ത് പറയും, താപവും ഊഷ്മാവും എന്ന് വെച്ചാൽ നമുക്കറിയാം, ചാലനം, സംവഹനം, വികിരണം, മാധ്യമങ്ങളുടെ സഹായമില്ലാതെ പിന്നെ നേരിട്ട് വരുന്ന വികിരണം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്. പിന്നെ അതിചാലകത, കാമർലിംഗ് ഓൺസ്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കുക. പിന്നെ
നെക്സ്റ്റ് മാത്സിലോട്ട് വരുമ്പോഴെന്ന് വെച്ചാൽ പിന്നെ പ്രകൃതിയിലെ ബലങ്ങളുണ്ട്, അത് ചലനം അറിയാലോ, ജഡത്വം, ദൂരം, സ്ഥാനാന്തരം, അതൊക്കെ നോക്കുക. വേഗത, പിന്നെ ചലന നിയമങ്ങൾ നോക്കുക. ആ 3 ചലന നിയമങ്ങൾ, ലോ ഓഫ് ഇനേർഷ്യ, അതൊക്കെ നമ്മളൊന്ന് നോക്കി പോകാം. പിന്നെ മർദ്ദം എന്താണ്, ശ്വാനബലം എന്താണ്, ദ്രവബലങ്ങൾ, പ്രതലബലം, കേശികത്വം, പിന്നെ ആർക്കമിഡീസ് തത്വം. ശബ്ദവും പ്രകാശവും അറിയാലോ, ഡോപ്ലർ ഇഫക്റ്റ്, അതൊക്കെ നമുക്കറിയാം. ലെൻസ് ഇതൊക്കെ ആയിരിക്കും ഇനിയും പറയുന്ന പ്രധാനമായിട്ട് കുറേ പ്രാവശ്യം വന്നത് തന്നെയാണ് പറയുന്നത്. ഗോളീയ ദർപ്പണങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ കോൺകേവ് കോൺവെക്സ് ലെൻസ്, അതൊക്കെ നോക്കുക. സൗരയൂഥം നമുക്കറിയാം, പ്ലൂട്ടോനെ എടുത്ത് കളഞ്ഞ് ബാക്കി എത്താണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഏത് ഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ, അതൊക്കെ നമ്മളൊന്ന് നോക്കുക കേട്ടോ. പിന്നെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ കാര്യങ്ങൾ. ഇനി നമ്മൾ മാത്സിലോട്ട് കിടക്കാം. മാത്സിലെന്ന് വെച്ചാൽ ലഘുഗണിതമാണ്. അത് LCM, HCF, ഭിന്നസംഖ്യകൾ, അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ആവറേജ്, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, അതൊക്കെ അറിയാലോ, ഇത്ര സമയത്ത് ഇത്ര ദൂരം സഞ്ചരിച്ചു, അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ശരാശരി അറിയാം. അപ്പോൾ അതേപോലെ തന്നെയാണ് മാനസിക ശേഷി. അതിപ്പോൾ എന്താണ്, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ളത്, അതും 10 മാർക്കിന് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടി 20 മാർക്ക്. അപ്പോൾ ഇതേ ഇമ്പോർട്ടൻ്റ് തന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയ്ക്ക് നമ്മൾ കൊടുക്കണം, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള. പിന്നെ ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, ഓരോ ബന്ധങ്ങൾ വേർതിരിക്കൽ, തരംതിരിക്കൽ. ഇപ്പോൾ ABCDEF, പിന്നെ അടുത്ത ഏതാ വരും, അങ്ങനെ അറിയാം. പിന്നെ ഇതൊന്നും പറഞ്ഞു തരണ്ട, ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ചിലപ്പോൾ ഓരോ സംഖ്യകൾ, 3 സംഖ്യകൾ എന്നിട്ട് അതിലൊറ്റ സംഖ്യ ഏതാണ്, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് ഇതിൽ. അപ്പോൾ അതിലേതെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നോക്കുക. വയസ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വയസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാമുവിന് 10 വയസ്സ്, അവൻ്റെ ചേട്ടന്, അപ്പോൾ ആ ഒരു ഇതിൽ 10 വർഷം കഴിയുമ്പോഴോ 10 വർഷം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല, അപ്പോൾ അന്ന് എത്ര വയസ്സായിരുന്നു. പിന്നെ കോഡിങ്, ഡീകോഡിങ്, അതൊക്കെ നമുക്കറിയാം. സ്ഥാനനിർണ്ണയം അറിയാമല്ലോ, പിന്നെ നമ്മൾ കിഴക്ക് നിന്ന് പടിഞ്ഞോട്ട് അങ്ങനെ പോകുമല്ലോ, അപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 60 മാർക്കിനുള്ള ഇത് തന്നെ പഠിച്ചാൽ തന്നെ നമുക്കൊരു 70 മാർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും, ഈ 60-ൽ നമുക്കൊരു 50 മാർക്ക് എങ്ങനെയെങ്കിലും GK അറിയാവുന്നവർക്ക് കിട്ടും. ആ 50 മാർക്കും പിന്നെ ഈ മനുഷ്യ ശരീരത്തിലെ പിന്നെ ഇതിൽ 10 മാർക്കാണ്. 10 മാർക്കിൽ ഒരു 8 മാർക്ക് കിട്ടിയാൽ തന്നെ 58 മാർക്കാവും. പിന്നെ എന്താണ് ഇതിൽ രണ്ടിനും അതേപോലെ തന്നെ ഒരു 6 മാർക്ക്. അപ്പോൾ എത്രയാകും, 58ഉം 6ഉം 64 മാർക്ക്. 64 മാത്സിന് എങ്ങനെ പോയാലും ഒരു 10 മാർക്ക് കിട്ടും. അപ്പോൾ 74 മാർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യാം. ഇനി ഇതിപ്പോൾ എല്ലാം പഠിച്ച് ഈ മാത്സ് അറിയാവുന്നവർക്ക് GK മാത്രം പഠിച്ചാലും നമുക്ക് കിട്ടുമല്ലോ, ഒരു 50 മാർക്ക് കിട്ടും. ബാക്കി ഇത് രണ്ടും കൂടെ പഠിക്കുക. അങ്ങനെ തിരിച്ച് നമ്മൾ ഏത് നോക്കിയാലും നമുക്കത് കിട്ടും. പിന്നെ മാത്സ് തന്നെ മാത്സ് ഇപ്പോൾ എന്തായാലും ഇത് ആദ്യത്തെ ഇത് പാടാണെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ നോക്കുക. അതിൽ 10 മാർക്ക് കിട്ടി, മറ്റേതിൽ 50 മാർക്കും കൂടെ കിട്ടിയാൽ 60 മാർക്ക്. പിന്നെ ഇതിൽ രണ്ടിലും കൂടെ 5 മാർക്ക്. അപ്പം തന്നെ എത്രയാണ്, 70 മാർക്കായി. അപ്പം എങ്ങനെ പോയാലും നമുക്കൊരു 74 നമുക്ക് എങ്ങനെ പോയാലും സ്കോർ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിലതുകൊണ്ട് നമ്മൾ നല്ല വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുക. അപ്പം ഇതിൽ തന്നെ 60 മാർക്കിനാണ് GKയും കറണ്ട് അഫയേഴ്സും. ഇത് 10 മാർക്ക്, ബയോളജി 10 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 10 മാർക്ക്. പിന്നെ എന്താണ്, മാത്സ് 10 മാർക്ക്. ഇത് മാനസിക ശേഷി അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അതും 10 മാർക്ക്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മൾ കൂടുതൽ GKയും കറണ്ട് അഫയേഴ്സും നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ട് പോവുക. ഇനി GKയും പഠിച്ചുകൊണ്ട് പോവുക. ഒരു 55 മാർക്ക് നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റിയാലും നമ്മൾ രക്ഷപ്പെട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് വെച്ചാൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒത്തിരി ആയി, വീഡിയോയുടെ ലെങ്ത് ഉണ്ട്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് മാത്രമേ ഞാനിതിൽ നോക്കി പോകുന്നുള്ളൂ. എങ്ങനെയാണെങ്കിലും നമുക്ക് എങ്ങനെ വന്നാലും ഇപ്പോൾ നോക്ക്, ഇത് 55, ഇതൊരു 5 മാർക്കിൻ്റെത് 55, 60, പിന്നെ 60, 65, പിന്നെ 65, എന്തായാലും ഇതിൽ നിന്നൊരു 5 മാർക്ക് കിട്ടും. 70, 75 മാർക്കായി. ചിലപ്പോൾ ഒരു 75 to 80 ചിലപ്പോൾ കട്ട് ഓഫ് വരും. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഇതിൽ ഞാൻ പറയുകയാണ്. എന്നാലും കൂടുതൽ പഠിക്കാം എന്നുള്ളവർ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള കൂടുതൽ ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.